SJK ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ വടവാതൂർ KK റോഡിൽ നിന്നും ഏകദേശം 750 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. വടവാതൂർ മാധവൻപടി മോസ്കോ ബസ് റൂട്ടിൽ നിന്നും 150 മീറ്റർ ദൂരവും എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യം. 5.5 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും, ജലലഭ്യതയ്ക്കായി ധാരാളം കിണർ വെള്ളം. ഈ വീടുമായിട്ട് വളരെ തൊട്ടടുത്താണ് ടൗൺ ഏരിയ. അതോടൊപ്പം തന്നെ വീടുമായി കോട്ടയം ടൗണിലേക്കുള്ള ദൂരം 5.5 കിലോമീറ്ററാണ്. മണർകാട് ടൗണിലേക്ക് 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തേക്കും ബസ് സർവീസുകളുണ്ട്. 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, വിവിധ ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്കുകൾ എല്ലാം അടുത്ത് തന്നെ. നമുക്കിനി വീടിൻ്റെ മുൻവശത്തേക്കൊന്ന് ചെല്ലാം. അവിടുന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അകത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റൗട്ട് കാണാം. സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം, തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ, കോമൺ ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഹാൻഡ് വാഷിംഗ് ഏരിയ. ഈ വീടിന് 3 ബെഡ്റൂംസും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമാണുള്ളത്. എല്ലാ മുറികളും അത്യാവശ്യം വലിപ്പമുള്ള മുറികളാണ്. എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു വീടും സ്ഥലവുമാണിത്. പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും SJK ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില 45 ലക്ഷം രൂപ മാത്രം. നിങ്ങൾക്ക് വീട് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം. ഈ വീടിന് ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണുള്ളത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യത്തോടെയാണ് ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും ഈ വീടിനെ പറ്റി അറിയണമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ മനോഹര വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി.